ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 9 കിലോ വാട്ട് വരുന്ന സോളാറിൻ്റെ UPS വിത്ത് ഇൻവെർട്ടർ സിസ്റ്റമാണ് പരിചയപ്പെടാൻ പോകുന്നത്. അതിൻ്റെ MPPT സിസ്റ്റമുണ്ട്. MPPTയിൽ ആദ്യം തന്നെ പാനലിൽ നിന്ന് MPPTയിലേക്കാണ് വരുന്നത്. പിന്നെ അതിനുശേഷം ഈ പറയുന്ന 9 kVയുടെ UPSൽ അല്ലെങ്കിൽ ഇൻവെർട്ടർ സെക്ഷനിലേക്കാണ് വരുന്നത്. അതിൻ്റെ സൈൻ വേവ് ആണ്, പ്യുവർ സൈൻ വേവ് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അത് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, പാനലിൽ നിന്ന് വരുന്ന വോൾട്ടേജ് എത്രയാണ്, ടോട്ടൽ വോൾട്ടേജ് എത്രയാണ്, കറക്റ്റായിട്ട് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അത് സോളാറിൻ്റെ ചാർജ് ഉപയോഗിക്കുന്ന ടോട്ടൽ യൂണിറ്റ്സ് എത്രയാണ്, ഫുൾ ഡീറ്റെയിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണിക്കാൻ സാധിക്കും. UPSൻ്റെ സിസ്റ്റം വരുന്നുണ്ട്. അതുപോലെ തന്നെ പാനലിൽ നിന്ന് ഒരു വോൾട്ടേജ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇത് നമുക്ക് സോളാറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മെയിൻസ് ആയിട്ട് അല്ലാത്ത രീതിയിൽ നമുക്ക് ഇൻവെർട്ടർ യൂസ് ചെയ്യാൻ പറ്റും. സാധാ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ സോളാർ പാനലും കൂടി കണക്ട് ചെയ്ത് യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് കാണുന്നത്. ഇനി ഇതിൻ്റെ കണക്ഷൻസ് ജസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്യാം. ഇത് സെപ്പറേറ്റ് ഒരു ഡിവൈസായിട്ടാണ് മാറി നിൽക്കുന്നത്. പിന്നെ അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന ഇൻവെർട്ടറിൻ്റെ, അതായത് ന്യൂട്രൽ വയർ, ഫേസ് ഇന്ന്, ഫേസ് ഔട്ട്, അതായത് നമ്മൾ പിന്നെ അതിന് ശേഷം മുകളിൽ കൊടുത്തിരിക്കുന്ന MCB സെക്ഷനുണ്ട്, എന്തെങ്കിലും ട്രിപ്പിങ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഉപയോഗിക്കാൻ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇനി അടുത്ത സെക്ഷൻ വരുന്നത്, അതായത് ഇതിൻ്റെ മാനുവൽ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. 9 kV വരുന്നുണ്ട്. DC വോൾട്ടേജ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കറക്റ്റായിട്ട്. പിന്നെ അതുപോലെ തന്നെ എത്ര ബാറ്ററി കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാൻ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ബാറ്ററി കൊടുക്കാൻ വേണ്ടിയിട്ട് കണ്ടോ, അതായത് അപ്പോൾ വരുന്ന വയറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം നല്ല ഗേജ് കൂടിയ വയറാണ് വരുന്നത്. ഈ വയറുകൾ പ്ലസ് മൈനസും കറക്റ്റായിട്ട് മാറുന്നുണ്ട്. പ്ലസ് എന്ന് പറയുന്നത് ചുവപ്പ് വയറാണ്, മൈനസ് എന്ന് പറയുന്നത് ബ്ലാക്ക് വയറാണ്. ആ മൈനസ് വയർ നമ്മൾ ആദ്യം തന്നെ ഏറ്റവും ആദ്യം ഒരു ബാറ്ററിയിൽ വരുന്നു. അതിനുശേഷം ആ ബാറ്ററി സീരിയസ് ആയിട്ട് കൊടുത്തതിന് ശേഷം അങ്ങനെ 8 ബാറ്ററിയോളം സീരിയസ് ആയിട്ടാണ് കൊടുത്ത് ടോട്ടൽ വരുന്ന വോൾട്ടേജ് നമുക്ക് ആ വോൾട്ടേജാണ് കാണിക്കുന്നത്. അതായത് 8 ബാറ്ററി സീരിയസ് ആയിട്ട് കൊടുത്തതിന് ശേഷം ഏറ്റവും എൻഡിൽ നമ്മൾ പ്ലസ് കൊടുക്കുന്നു. അപ്പോൾ 8 ബാറ്ററി സീരിയസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്, സോളാറിൽ കൊടുത്തിരിക്കുന്നത്. എല്ലാം എക്സൈൻ്റെ ബാറ്ററിയാണ്, സോളാറിൻ്റെ ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ അടുത്ത സെക്ഷൻ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻവെർട്ടറിൻ്റെ, അതായത് MPPT സിസ്റ്റം കൊടുത്തിരിക്കുന്നത്. നേരെ പാനലിൽ നിന്ന് MPPTയിലേക്കാണ് വന്നത്. അതിനുശേഷം നേരെ വരുന്നത് ഇൻവെർട്ടർ സെക്ഷനിലേക്കാണ് വരുന്നത്. അപ്പോൾ ഓൾറെഡി സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ലൈറ്റ് ഉള്ള സമയത്ത്, അതായത് സൂര്യപ്രകാശമുള്ള സമയത്ത് ബാറ്ററി സ്റ്റോർ ആവുന്നത് കൂടാതെ തന്നെ ബാറ്ററി ഓൾറെഡി സ്റ്റോർ ആവും. അത് കൂടാതെ തന്നെ ഇൻവെർട്ടർ പോലെ വർക്ക് ചെയ്ത് ആ ഇൻവെർട്ടർ സിസ്റ്റമാണ് നമ്മുടെ വീട് മൊത്തം ലോഡ് ചെയ്തിരിക്കുന്നത്. വീട് മൊത്തം ലോഡ് ചെയ്യാം. അപ്പോൾ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻവെർട്ടർ സെക്ഷൻ നമുക്ക് കാലത്ത് മൊത്തം നമുക്ക് സോളാറിൽ യൂസ് ചെയ്യുകയും ചെയ്യാം. അതുപോലെ തന്നെ ബാറ്ററി ചാർജ് ആവുകയും ചെയ്യും. നൈറ്റ് നമുക്ക് ആ ബാറ്ററിയിൽ നിന്ന് മാക്സിമം ഏകദേശം ഒരു 7 അല്ലെങ്കിൽ 8 മണിക്കൂർ, ഏറ്റവും ആവറേജ് നമ്മൾ എടുക്കുന്ന യൂണിറ്റ് അനുസരിച്ചിട്ട് ഏകദേശം ഒരു 6 അല്ലെങ്കിൽ 7 മണിക്കൂർ മാക്സിമം നന്നായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ വൈകിട്ട് ഏകദേശം ഒരു 10 മണി വരെ നമുക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാം. അതിനുശേഷമാണ് നമുക്ക് KCBയിൽ നിന്ന് എടുക്കേണ്ട കാര്യം വരുന്നുള്ളൂ. വളരെ കുറച്ച് മാത്രമേ നമുക്ക് KCBയിൽ നിന്ന് എടുക്കുന്നുള്ളൂ. ബാക്കി കംപ്ലീറ്റ് നമ്മൾ സ്റ്റോറേജ് ചെയ്തതിന് ശേഷം വൈകിട്ട് സോളാർ, അതായത് സൂര്യപ്രകാശം കഴിഞ്ഞ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബാറ്ററി സിസ്റ്റത്തിലേക്ക് വരുന്നു. ബാറ്ററി സിസ്റ്റം വർക്ക് ചെയ്ത് അതിൽ നിന്നുള്ള കറണ്ട് കൊണ്ട് നമുക്ക് വീട് യൂസ് ചെയ്യാൻ സാധിക്കുന്നു. ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. സോളാറിൽ നിന്നും അത് നമുക്ക് MPPT വഴി നേരെ നമ്മുടെ ഇൻവെർട്ടർ സെക്ഷനിലേക്ക് വരുന്നു. ഇൻവെർട്ടർ നേരെ ബാറ്ററി സ്റ്റോർ ആവുന്നു. അതിൻ്റെ കൂടെ തന്നെ ബാറ്ററി സ്റ്റോർ ആവുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ വീടുകളിലെ എല്ലാ ഉപകരണങ്ങളും നമുക്ക് രാവിലെ യൂസ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം വൈകിട്ട് വെയിൽ പോകുന്ന സമയത്ത് നമുക്ക് ബാറ്ററിയിൽ നിന്ന് ലോഡ് ചെയ്യാൻ സാധിക്കും. വളരെ കുറച്ച് മാത്രം KCB നമുക്ക് ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ വരുന്നുള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മടിക്കരുത്, അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.